തുടങ്ങട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജയനാമൃതയാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ആദിനാടിൻ്റെ ദേശദേവതയായ ശക്തികുളങ്ങര ഭഗവതിയുടെ തിരുദർശനത്തിനാണ് നിൽക്കുന്നത്. ഇന്ന് ഈ സമയത്ത് ഇങ്ങനെ ഒരു ലൈവിൽ വരാനുള്ള കാരണം, കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഒരു തെങ്ങിന് ട്രിപ്പിടുന്ന ഒരു വീഡിയോ ഇട്ട്. അപ്പം അത് 23,000 ജനങ്ങളാണ് കണ്ടത്. അതിനുശേഷം ഞാൻ നമ്മുടെ ശക്തികുളങ്ങര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ കുരുത്തോല വെച്ച് അലങ്കരിച്ച ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ ആദിനാടിൻ്റെ പ്രദേശത്ത് വെറും സാധാരണക്കാരനായ ഒരു ആൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ശാസ്ത്രം കുട്ടൻ എന്നാണ്. അദ്ദേഹത്തെ ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും പറയും, നിങ്ങൾ ആൾക്കാരെ ശാസ്ത്രം കുട്ടണ്ണനെ കാണിക്കുന്നില്ല. പക്ഷേ ആ ശാസ്ത്രം കുട്ടണ്ണനെ അംഗീകരിക്കണം, നമ്മുടെ നാട് അംഗീകരിക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ശക്തികുളങ്ങര അമ്മ എന്ന് പറഞ്ഞാൽ ഈ പൊന്നു തമ്പുരാട്ടി, വിളിച്ചാൽ വിളിയേക്കുന്ന ഈ പൊന്നു തമ്പുരാട്ടി ഇവിടെ നടയിൽ കുരുത്തോല പന്തലുകൾ അലങ്കരിച്ച് കുരുത്തോലയുടെ ദർശനം, അമ്മയുടെ തിരുനാളിന് ഇവിടെ കുരുത്തോല നന്നായി അലങ്കരിച്ച്, ആരും ചെയ്യാത്ത രീതിയിൽ, ആരെക്കൊണ്ടും സാധിക്കത്തില്ല അങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട്. പല ആൾക്കാരും ശ്രമിക്കും. അങ്ങനെ എങ്കിൽ പോലും നല്ല കണ്ടാൽ ഇമ്പം തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ കുരുത്തോല പന്തൽ അലങ്കരിച്ച് ഈ എടുക്കുന്ന ശക്തികുളങ്ങര ഭഗവതിയുടെ ഒരു പൊന്നോമന പുത്രനായിട്ട് തന്നെ നമുക്ക് കാണാം നമ്മുടെ ശാസ്ത്രംകുട്ടണ്ണനെ. അപ്പം ശാസ്ത്രംകുട്ടൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രംകുട്ടനെ ഇന്ന് ഞാനിവിടെ ആദരിക്കാൻ, ഒരു പൊന്നാട അണിയിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രംകുട്ടനെ വാ, ഇതാണ് നമ്മുടെ ശാസ്ത്രംകുട്ടനാണ്. ഇദ്ദേഹം നമ്മുടെ കുരുത്തോല വെച്ചുള്ള ഒരു പരിപാടി, നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയിലേക്ക് കുരുത്തോല കൊണ്ടുള്ള ഒരു മണ്ഡപമൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് വരിക്കാശ്ശേരി മനയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ. മോഹൻലാലിൻ്റെ ആറാട്ട് എന്ന സിനിമയിലേക്ക് കുരുത്തോല കൊണ്ട് പന്തൽ ഒരുക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ വരിക്കാശ്ശേരി മലയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ ഭഗവതിയുടെ അനുഗ്രഹം ആകാം ഈ ഇദ്ദേഹം ചെയ്ത കർമ്മം. എന്നുവെച്ചാൽ ഇത്രയും നാൾ നമ്മുടെ ആദിനാടിൻ്റെ പ്രദേശത്ത് എല്ലാവരും സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിനെ ആരും അംഗീകരിക്കാൻ ഒന്നുമില്ല. ഇദ്ദേഹത്തെ കളിയാക്കുമല്ലാരും, അവനത് ചെയ്തത്. പക്ഷെ ഒരിക്കലുമല്ല, നമ്മൾ സാധാരണപ്പെട്ട എല്ലാ ആൾക്കാരെയും നമ്മളെക്കാട്ടി വലുതാ എന്ന് കാണണം. ഇന്ന് ഈ ഭഗവതിയുടെ മുമ്പിൽ അദ്ദേഹം 10 വട്ടം ഒരുക്കിയതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇന്ന് വരിക്കാശ്ശേരി മലയിലേക്ക് മോഹൻലാലിൻ്റെ ഒരു ആറാട്ട് എന്ന സിനിമയിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കാനും, മോഹൻലാൽ സാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഇദ്ദേഹത്തിന് നമ്മുടെ അമൃത ബ്ലഡ് ഡൊണേഷൻ കേരളയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ പൊന്നാട അണിയിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അത് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഞാൻ ഈ പൊന്നാട അണിയിക്കാൻ പോവുകയാണ്. ശക്തികുളങ്ങര ഭഗവതിയുടെ തിരുദർശനത്തിൽ വെച്ചിരുന്ന് ഈ പൊന്നാട ഞാൻ ഇദ്ദേഹത്തിന് അണിയിച്ചു കൊടുക്കുകയാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ ആദിനാടിൻ്റെ നമുക്ക് അഭിമാനിക്കാം, മോഹൻലാലിൻ്റെ ഒരു സിനിമ ആറാട്ട് എന്ന സിനിമയിലേക്ക് ഇദ്ദേഹത്തെ ഒരുക്കാനായിട്ട് വിളിച്ചതിൽ അണ്ണൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. 10-20 വർഷം കൊണ്ട് അമ്മയെ എനിക്ക് സഹായമാണെന്നോ എനിക്ക് പറയാനുള്ളൂ. നേരെ പറയണം. 20 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തെ ഞാൻ ഒരുക്കുന്നു. അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് സിനിമ രംഗത്ത് വരാൻ. അത് അമ്മയുടെ കഴിവാണെന്നോ ഞാൻ പറയത്തുള്ളൂ. ഇനി ഈ വലിയ രംഗത്ത് പോകാനും അമ്മയുണ്ട്. പക്ഷേ എവിടെ വിളിച്ചാലും ഇവിടെ ഒരുക്കാതെ ഞാനെങ്ങും പോകത്തില്ല. അമ്മ കണ്ടോ, എവിടെ വിളിച്ചാലും അമ്മയെ മറന്നു പോകത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു ലൈവ് ഈ തമ്പുരാട്ടിയുടെ മുന്നിൽ വിളിച്ചാൽ വിളിയേക്കുന്ന ഭഗവതിയുടെ മുന്നിൽ വെച്ച് ചെയ്യുവാനും ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് ആദരിക്കാനും ഉള്ള കാരണം. ഇപ്പം ഒരു മനുഷ്യനുമില്ല, ഇന്നിപ്പോൾ ഉച്ച സമയമാണ്. പക്ഷേ ഇങ്ങനൊരു പരിപാടി ഈ ഭഗവതിയുടെ ദർശനത്തിൽ ഭഗവതിയുടെ സർവ്വ ഐശ്വര്യത്തോടും അനുവാദത്തോടും കൂടി ഞാൻ ഇദ്ദേഹത്തിന് ഈ പൊന്നാട അണിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം. ഈ ലൈവ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ ആദിനാട് പ്രദേശത്തിൻ്റെ എല്ലാ ജനങ്ങളും ഇദ്ദേഹത്തെ അറിഞ്ഞിരിക്കണം. ഇന്ന ഒരാളുണ്ട്, നമ്മുടെ ശാസ്ത്രംകുട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടും ഞാൻ ഇദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നു. ഇപ്പുറത്ത് അങ്ങോട്ട് അവിടെ